എവരിബഡി സെല്ലുലോയിഡിന്റെ ഒരു പുതിയ അല്ലല്ല ഞങ്ങളുടെ ഷോയുടെ പേരാ സെല്ലുലോയിഡ്. സെല്ലുലോയിഡിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സോ ലിറ്റിൽ ഹാർട്സിന്റെ വിശേഷങ്ങളുമായിട്ട് അതിലെ ആക്ടേഴ്സ് ആൻഡ് മ്യൂസിക് ഡയറക്ടറാണ് എന്നെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഞാനിങ്ങനെ പേരുകൾ പറഞ്ഞ എല്ലാവരെയും അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല, കാരണം ഈ മുഖങ്ങളൊക്കെ അല്ല എനിക്കറിയാം. കൈലാസ് ചേട്ടൻ, ഷൈൻ ചേട്ടൻ, ഷെയ്ൻ, മഹിമ അറിയാം. അപ്പൊ ഞാൻ അല്ല ഞാൻ ഇവര് രണ്ടുപേരെ വെച്ചിട്ട് ഇതിപ്പോ ഞാൻ മൂന്നാമത്തെ വട്ടമാണ് ഷൈൻ ഷെയ്ൻ ഇന്റർവ്യൂ എടുക്കുന്നത്. ലിറ്റിൽ ഹാർട്സിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ലിറ്റിൽ ഹാർട്സ് പണ്ട് ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു അപ്പം എന്താണ് ഈ ടൈറ്റിലും സിനിമയും ബന്ധം? 3 ലവ് സ്റ്റോറീസ്. അപ്പൊ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വന്നപ്പോഴാണ് നമ്മള് ലിറ്റിൽ ഹാർട്സ് എന്ന് പേരിട്ടത്. ഇവരുടെ കോംബോ ഇപ്പൊ ഭയങ്കര ഞങ്ങളുടെ നല്ല കോംബോ പറഞ്ഞു. ഷൈൻ ഷെയ്ൻ കോംബോ എന്ന് പറഞ്ഞിരുന്നു. അത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സിനിമ ഭയങ്കര ഹിറ്റാണ്. അതല്ലാതെ ട്രയാങ്കിൾ കോംബോ ആയിട്ട് സിനിമയുടെ കോംബോന്റെ കാര്യം ഞാൻ പറഞ്ഞത്. സിനിമയുടെ കോംബോ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങള് സിനിമയിലുള്ള എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്. അങ്ങനെ ഒറ്റ വാക്കിൽ ഒതുക്കല്ലേ ഷൈൻ ചേട്ടാ? അല്ല ഞാൻ ഇച്ചിരി എലോബറേറ്റ് ചെയ്താ ചോദിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു സിനിമയിൽ? സെറ്റിൽ വരുന്നു, ഞങ്ങൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. എത്ര മണിക്ക് തുടങ്ങും അപ്പൊ ഷൂട്ട്? അത് ഓരോ ദിവസം നമ്മുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്, അത് ഡയറക്ടേഴ്സ് തീരുമാനിക്കാം. ചില സമയം നമ്മൾ രാവിലെ റെഡി ആയിട്ടിരിക്കും, വൈകിട്ടൊന്നും എത്തിയിട്ടില്ലല്ലോ. ഞങ്ങൾ ആരും വൈകിട്ട് നൈറ്റ് ഷൂട്ടിനൊക്കെ നമ്മൾ വൈകിട്ട് ഞാൻ വരാറില്ല. ഞാൻ ഈ ടീസറും പാട്ടുകളൊക്കെ ഇതിനോടൊക്കെ കണ്ടപ്പോ 2 പാട്ടും കേട്ടു. പിന്നെ ഷൈൻ്റെയും കണ്ടു. അപ്പം ഈ 2 സോങ്സ് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം കൈലാസേട്ടാ ഇവര് രണ്ടുപേരെയും കൂടെ ഒന്നിച്ചിട്ടുള്ള ഇതിനു മുമ്പുള്ള പാട്ടുകളൊക്കെ ഫാസ്റ്റസ്റ്റ് 100 മില്യൺ അങ്ങനെ ആയിരുന്നില്ലേ? പാട്ടുകളല്ല, ഒരു പാട്ട് ഹിറ്റ് ആയിരുന്നല്ലോ. അപ്പം എന്താണ് എക്സ്പെക്ടേഷൻ? ഇതിനോടൊക്കെ തന്നെ ആൾക്കാർക്ക് ആ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു പടം ഇറങ്ങി കഴിയുമ്പോൾ കൂടുതൽ ഇഷ്ടമാവും തോന്നുന്നു. അങ്ങനത്തെ കൈൻഡ് ഓഫ് പാട്ടുകളും സിനിമയാണത്. കണ്ടു കഴിയുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഉള്ളിലോട്ട് കയറാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അതെ, ഇതിനകത്ത് ഇപ്പം നിങ്ങളുടെ ഒരു ലവ് സ്റ്റോറിയാണ് പറയുന്നതെന്ന് കൂടെ കണ്ടല്ലോ. എനിക്ക് ബാബു ചേട്ടന്റെ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിനകത്ത് കുറച്ചും കൂടെ ഒരു മെച്ചുവേർഡ് ലവ് പരിപാടിയാണ്. എന്റെ അപ്പനായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രണയം അല്ല, അതാ പറയണത്. അതുകൊണ്ട് ലവ് സ്റ്റോറീസ് ആണ് ബേസിക്കലി, ഒരു ലവ് സ്റ്റോറി അല്ല സിനിമയിൽ. അതാണ് നമ്മൾ ആ ഒരു ടീസറിലോ പാട്ടിലോ ഒന്നും അങ്ങനെ നമ്മൾ പാട്ടായിട്ട് കാണിക്കാൻ പറ്റില്ല. ആക്ച്വലി പടത്തിൽ ഒരു ലവ് സോങ് കൂടെ ഉണ്ട്. അത് ഷൈൻ ചേട്ടന്റെയാണ്. അത് നമുക്കിപ്പോ പുറത്തുവിടാൻ പറ്റില്ല, നിർവാഹമില്ല. 3 ലവ് സ്റ്റോറി. അപ്പം ബാബുരാജ് ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആളുടെ ഫാദറാണ്. അപ്പൊ ചെറുപ്പം തൊട്ടേ ഇഷ്ടപ്പെട്ട ഒരു കുട്ടി കല്യാണം കഴിക്കാൻ പോകും. അതായത് ഗേൾഫ്രണ്ട് ഇപ്പോഴുള്ള പെയർ. അത് ഷെയ്ൻ്റെ ചെറുപ്പം മുതലാ? അല്ല, അമ്മേനെ പ്രേമിച്ചിട്ടില്ല പുള്ളിയുടെ. അല്ല, അവര് കല്യാണം കഴിച്ച അറേഞ്ച് മാരേജ് ആണ്. പ്രേമിച്ചവരെയാണോ കല്യാണം കഴിച്ചത്? ഞാൻ പ്രേമിച്ചവരെ കല്യാണം കഴിക്കണല്ലേ? എന്നാലും പണ്ടെങ്ങാനും വേറെ പ്രേമവും പ്രണയങ്ങളും ഒക്കെ എല്ലാവർക്കും പഠിക്കുമ്പോ അവരെ പ്രേമിച്ചിട്ടില്ല, കല്യാണം കഴിച്ചിട്ടില്ല. അതുപോലെയാണ് ബേബിക്കും. ബേസിക്കലി ഇത്രേ ഉള്ളൂ. ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന ലവ് ആണ് ബാബുരാജ് ചേട്ടനും രമ്യ സുബിയായിട്ടുള്ളത്. പക്ഷേ അത് സാഹചര്യങ്ങളാൽ രമ്യ സുബി ക്യാരക്ടറിന്റെ സിസിലിയുടെ ക്യാരക്ടറിന്റെ നേരത്തെ കല്യാണം കഴിഞ്ഞ് പോയി. അപ്പോൾ ബാബുരാജ് ചേട്ടൻ എൻ്റെ അമ്മേനെ കെട്ടി, അമ്മ മരിച്ചുപോയി. ഇപ്പൊ ഇത്രയും പ്രായമായപ്പോഴത്തേക്കും അവിടുത്തെ സ്നേഹം പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ സാഹചര്യങ്ങളാൽ അവർ ഒന്നാവാൻ കുറച്ചും കൂടെ സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് അവരിപ്പോ കണക്ട് ആവാൻ നോക്കുന്നു. അതാണ് ആ പാട്ട്. ഇതിനകത്ത് പാട്ടുകൾ എല്ലാം ലവ് സോങ്സ് തന്നെയാണോ ചേട്ടൻ കമ്പോസ് ചെയ്തത്? അല്ലല്ല, ഇതിന്റെ അകത്ത് സിറ്റുവേഷൻസ് ഓരോ സിറ്റുവേഷനനുസരിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ അകത്ത് ഈ പറഞ്ഞ പോലെ 3 ലവ് സോങ്സ് ഉണ്ട്. പിന്നെ ഒരു അമ്മ മകൻ സോങ് ഉണ്ട്. പല ടൈപ്പ് പാട്ടുകളുണ്ട് പടത്തില്. ഇമോഷണൽ സോങ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ പടം ചെയ്തു വന്നപ്പോൾ പടത്തിൽ ഒരുപാട് പാട്ടുകൾ പോലെ 9 പാട്ടോളം ഉണ്ട്. പക്ഷെ അത് പാട്ട് സ്കോർ ആയിട്ടാ പോവുക. ആക്ച്വലി ഈ മൂവി പറഞ്ഞ പോലെ വളരെ ഒരു എന്താ പറയാ ഹ്യൂമർ ആണ്, സെയിം ടൈം ഇമോഷൻസ് ഉണ്ട്.
എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് മൂവി, അത്ര അങ്ങനെ പറയാൻ പറ്റുക. ഒരു എല്ലാവർക്കും family fun entertainment. ഫൺ എന്റർടൈൻമെന്റ് അത്രേ ഉള്ളൂ. എനിക്ക് പെർഫോമൻസ് എല്ലാവരുടെയും ഇപ്പം ഞാൻ ഈ ഒരാൾ കൂട്ടി പറ സ്കോർ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഫുൾ മൂവി കണ്ട, ഇത് കുറെ score സമയം ആണ് കണ്ടിട്ടുള്ളതുകൊണ്ട് പറയാണ്. എല്ലാവരും പെർഫോമൻസസ് ആണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത്. ഹൈലൈറ്റ് ഷെയ്നും ഷൈനും ബാബു ചേട്ടനും എല്ലാവരും, മഹിമയും. മഹിമ ഷെയ്നിന്റെ ഇതുവരെ കാണാത്തൊരു മുഖമാണ് പെർഫോമൻസും കൂടെയാണ്. ആണ് ഇതിനകത്ത് കാണുന്നത് അല്ലേ? എന്റെ ഇതുവരെ കാണാത്തൊരു കാണാത്ത മുഖം. അതായത് മഹിമയുടെ ഇതുവരെ കാണാത്ത മുഖം. അത്ര കാണാത്ത മുഖമൊന്നും ആയിരിക്കൂല, എന്നാലും ഒരു മുഖം. എന്തെങ്കിലുമൊക്കെ പറയല്ല തന്നെ കൈലാസനോടെ ചോദിക്കുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പറയണില്ല. ഡയറക്ഷൻ എങ്ങനെയുണ്ട്? നന്നായിട്ട് രണ്ടുപേരും കൂടി രണ്ടുപേരും കൂടെ ചേർന്ന് നന്നായി. മൊത്തത്തിൽ ഓവറോൾ നല്ലൊരു പാക്കേജ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് വിശ്വാസം. ഓഡിയൻസ് വളരെ ഇഷ്ടപ്പെടുന്ന എല്ലാ എലമെന്റ്സും വന്നിട്ടുള്ള ആക്ച്വലി ഇതിനകത്ത് ക്യാരക്ടർ പോസ്റ്റർ സിബിയുടെ കണ്ടപ്പോ അതിനകത്ത് എഴുതിയ സിമ്പിൾ സിബി. സിമ്പിൾ സിബി, എന്താ സിമ്പിൾ സിബി, അങ്ങനെയാണ് നാട്ടുകാർ ആ സിബിനെ വിളിക്കുന്നത്. എന്തുകൊണ്ടത് സിബി അത്ര സിമ്പിൾ ആയിട്ട് പ്രശ്നങ്ങളെല്ലാം ഡീൽ ചെയ്ത് എല്ലാം സോൾവ് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ്. ഓ അത് ആ ക്യാരക്ടർ അങ്ങനെ എല്ലാം ഏറ്റെടുത്ത് അങ്ങനെ ശരിയാക്കടാ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ ഒരു ഒരു നാട്ടും പുറത്ത് കാണുന്ന ഒരു സാധാരണ പയ്യൻ. ഷെയ്ൻ ഓരോ പ്രൊമോഷൻസിനായാലോ ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ വളരെ എന്താ പറയുക സിമ്പിൾ ആയിട്ട് ഡ്രസ്സൊക്കെ ധരിച്ച് വളരെ സിമ്പിൾ. അതെല്ലാം നേരത്തെ പറഞ്ഞ സിമ്പിൾ അല്ല, ഞാൻ ഇന്ന് ചോദിക്കാൻ പോകുന്നത് സിമ്പിൾ ഷെയ്നെ പറ്റിയാണ്. Yeah, okay. ഷെയ്ൻ എങ്ങനെ റിയൽ ലൈഫിൽ അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണോ? അത്ര സിമ്പിൾ ആയിട്ട് കാണാറില്ല. സിമ്പിൾ ഒന്നും അല്ല, കുറച്ചൊക്കെ കോംപ്ലിക്കേഷൻ. കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേഷൻ ഒന്നും കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര കോംപ്ലിക്കേഷൻ. കോംപ്ലിക്കേഷൻ ഒന്നും നമുക്ക് എപ്പോഴും കാണിച്ചു തരാൻ പറ്റില്ല. എൻ്റെ ഈ പടത്തിലെ ക്യാരക്ടറാണ് ഭയങ്കര കോംപ്ലിക്കേഷനിലൂടെ പോകുന്ന, ദുർഗം പൊടിച്ച വഴിയിലൂടെ പോകുന്ന ഒരു ക്യാരക്ടറാണ്. ഐ ലൈക്ക് ദാറ്റ് വേ. എന്താ ക്യാരക്ടറുടെ പേര്? ഷാരോൺ. അതിലൊരു കോംപ്ലിക്കേഷൻ ഇല്ല. വീണ്ടും അല്ല, പെൺകുട്ടിയാന്നല്ല വിചാരിക്കുക. ഷാരോൺ എന്ന് പറഞ്ഞ പെൺകുട്ടി ഉണ്ടല്ലോ. പെട്ടെന്ന് പെൺകുട്ടിയെന്നല്ല വിചാരിക്കുക. പക്ഷെ മീശണി തടികളുള്ള ഒരു ആൺകുട്ടിയാണ്. അത് ഡിസപ്പോയിന്റഡ് ആയിരുന്നു ഒരാൾക്ക്. ഇനി മഹിമേനെ കുറച്ച് നേരമായിട്ട് മഹിമ അവിടെ മഹിമ സ്വയം മഹിമ പേരിട്ടു. പണ്ടേ പേര് മഹിമായിരുന്നു. ശരിക്കും പേര് അപ്പൊ ഷൈൻ എങ്ങനെ അങ്ങ് സ്വയം അങ്ങ് ഷൈനായി? ഞാട്ടല്ല. എനിക്കിപ്പോ ഞാനിട്ടാണോ? എന്നാ പിന്നെ അത് ആദ്യം പറഞ്ഞൂടെ? എനിക്ക് ഞാനിട്ടല്ല. പണ്ടേ തന്നെ മഹിമ, ശരിക്കും പേര് മഹിമ. അല്ല ഗോപികാന്ത്, ഈ മഹിമ പേര് ഞാനിട്ടതല്ല. അതും ഞാനിട്ടതല്ല. അതാരുടെ പേരാ? അത് ഞാൻ ആദ്യത്തെ തമിഴ് സിനിമ ചെയ്യുമ്പോ ഡയറക്ടർ ഇട്ടു. അപ്പൊ ഓരോ പടത്തിനും ഓരോ പേരിടും. ഇല്ല ആദ്യത്തെ സിനിമ മലയാളത്തിന് വേറെ പേരിടായിരുന്നു. ഒരു പേരിട്, എനിക്കൊരു പേര് പറയാന്ന. കാർബൺ ഡയോക്സൈഡ്. എന്താ അങ്ങനെ കാർബൺ ഡയോക്സൈഡ് ഇരിക്കാൻ പറ്റില്ല. മനുഷ്യന്മാർക്ക് കാർബൺ ഡയോക്സൈഡ് ഇല്ലെങ്കിൽ ഓക്സിജൻ. ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് വേണമല്ലോ. അത് ചെടികൾക്ക് ജീവിക്കാൻ. ചെടികൾ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അവര് ഓക്സിജൻ പുറത്ത് വിടുന്നു. പക്ഷെ എന്നാലും മഹിമയ്ക്ക് എന്താ കാർബൺ ഡയോക്സൈഡ് പേര് കൊടുക്കാൻ? ജീവനുമായിട്ട് ബന്ധമുള്ള പേരാണ് കാർബൺ. മനുഷ്യന്മാർക്കൊക്കെ നമ്മൾ അങ്ങനെ പേരിടുവോ ഷൈദേട്ടാ? മനുഷ്യന്മാർ ഈ പേരൊക്കെ എവിടെ നിന്ന് വന്നു? ഏത് ഈ ഗോപിക എന്നുള്ള പേരൊക്കെ കാർബൺ ഡയോക്സൈഡ് ഒക്കെ ഭൂമിയിലുള്ളതാണ്. ഓക്സിജൻ ഒക്കെ അതല്ലേ ശരിക്കും. എന്റെ പേര് മോളിക്കോൾ, മോള് വിളിക്കില്ലേ മോളിക്കോൾ. ഇടിച്ച് ജീവനുണ്ടാവുന്നു. നല്ലൊരു പേര് ഇപ്പൊ ഇടാൻ പറഞ്ഞ സ്ഥിതിക്ക് ഒരു പേര് കണ്ടുപിടിക്കും സൈൻഷൈൻ ചേട്ടാ. പേര് കണ്ടുപിടിച്ചാ ചേട്ടാ, നല്ലൊരു പേര്. മലയാളത്തിൽ ആ പേരിൽ അറിയപ്പെടട്ടെ. പേര് മാറ്റം പോകണം. ആ തമിഴിലൊരു പേര്, മലയാളത്തിൽ വേറെ പേര്. നമ്മുടെ ജോണിന്റെ പടത്തിൽ ഒരു പാട്ട് പാടുന്നില്ല, ആ പാട്ടില്ലേ ജോൺ പോളിന്റെ ആരാധിക. ആരാധിക. ഓ എന്താ പേര്? ആരാധിക. ആരാധിക നമ്പ്യാർ. നമ്പ്യാർ. അത് കൊള്ളാലേ. ആരാധിക. ഞാൻ ആരാധിക ഇപ്പൊ എല്ലാവർക്കും ആരാധിക്കാം. സിനിമ കണ്ടിട്ട് ആർക്കും അപ്പം ഇനി എന്തായാലും അല്ല, സിനിമ കണ്ടിട്ട് നമ്മൾ ദൈവങ്ങൾക്ക് ആരാധിക്കുന്ന സിനിമ കണ്ടിട്ടാണ്. ഷൈൻഡേട്ടാ, ഞാനേ മഹിമേനെ എടുത്തൊരു കാര്യം ഒന്ന് ചോദിച്ചു. ഓക്കേ, ഞാൻ അവിടെ സുല്ലിട്ടു. അപ്പം ആൾക്കാർക്ക് ലൈക്ക് റീസെന്റ് ഒരു ഫിലിം അവാർഡ്സിൽ നിങ്ങൾക്ക് ബെസ്റ്റ് കപ്പിളിനുള്ള സ്റ്റാർ പെയർ ആൾക്കാർക്ക് നിങ്ങളുടെ ഈ ഒരു കെമിസ്ട്രി വളരെ ഇഷ്ടമാണ്. ശേഷം പറയാം. അതായത് ഇപ്പം പണ്ട് മോഹൻലാൽ, ശോഭന, കല്യാണി, പ്രണവ്, അതെന്താന്നറിയോ നിങ്ങളുടെ പാട്ടിന്റെ അടിയിലുള്ള ഒരു ഉർവശി മോഹൻലാൽ. ഉർവശി മോഹൻലാൽ അല്ല, ഉർവശി വേണ്ട, ഉർവശി നല്ല ആക്ട്രസ്. നല്ല ആക്ട്രസ് ഇവർക്ക് ചെയ്യില്ല. അല്ല, നല്ല ആക്ട്രസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമർ ഒക്കെ ചെയ്യുന്നു. ഇപ്പം ആരാധിക്ക് ഇങ്ങനെ ഭയങ്കര ഭംഗിയുള്ള ആക്കിയില്ലേ എന്നെ? ആരാധിക നമ്പ്യാർ. അതായത് ഇതിന് മുമ്പ് ഇറങ്ങിയ ഫിലിമിലായാലും നല്ല ഹീറോ. അതും കെമിക്കലാ.
ലൈക്ക് ഉണ്ണിയുടെ കൂടെ ആ ഒരു കോമ്പിനേഷൻ ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഉണ്ണി മുകുന്ദൻ. അപ്പം ലൈക്ക് എങ്ങനെയാണ് ലൈക്ക് കൂടെ അഭിനയിക്കുന്ന കോ ആക്ടേഴ്സ്, ലൈക്ക് ഒരു ആക്ടറെ സംബന്ധിച്ച് വളരെ നല്ല ക്വാളിറ്റി ആണത്. എങ്ങനെയാണ് ആ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്തെടുക്കുന്നത്? വർക്ക്ഔട്ട് ചെയ്തെടുക്കുന്നതല്ലല്ലോ നമ്മള്. അതിപ്പം ആ ക്യാരക്ടേഴ്സിന്റെയും ഒക്കെ കൊണ്ടാണ് നമുക്ക് തരുന്ന ക്യാരക്ടേഴ്സിന്റെയും അതിന്റെ റൈറ്റിങ്ങിന്റെയും അല്ലെങ്കിൽ ആ സിനിമയുടെ ഒക്കെ ആയിരിക്കും. ഇപ്പം RDX തന്നെ മിനിയും റോബോട്ടും എന്നുള്ള ക്യാരക്ടർ അങ്ങനെ ആവുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. ചെയ്യുമ്പോഴും അങ്ങനെ ഭയങ്കരമായി വർക്ക്ഔട്ട് ആവണം എന്നൊക്കെ വിചാരിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്. അതങ്ങനെ ഒന്നുകിൽ ആ സോങ്ങിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ റൈറ്റിങ്ങിന്റെ ആയിരിക്കാം, ആ ക്യാരക്ടേഴ്സിന്റെ ആയിരിക്കാം. അതങ്ങനെ ആയി, ഓർഗാനിക്കലി അതങ്ങനെ ആയി. പേര് മാറ്റിയപ്പോ തന്നെ മഹിമ പൊക്കൽ കുറഞ്ഞു, ഭയങ്കര വിനയൊക്കെ കേറില്ലേ. പുള്ളിക്കാര് ഒരു ഇത് കൊടുക്കുന്നില്ല, എല്ലാ എഴുത്തിന്റെയോ സിനിമയുടെ പാട്ടിന്റെയോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ചോദിക്കാനുള്ളത് ഇവരുടെ അടുത്ത് ചോദിക്കുന്നേക്കാൾ ഭേദം ആസ് എ വ്യൂവറിന് നിങ്ങൾ എനിക്ക് ഇതിനൊരു ആൻസർ തരും. അതായത് ഇപ്പൊ ഇവരുടെ ഒരു ലൈക്ക് ബെസ്റ്റ് പെയർ ആയിട്ടുള്ള ആ ഒരു ഹൈപ്പ് ഫിലിമിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുന്നേ? ലൈക്ക് കല്യാണ പരിപാടി ആദ്യം വന്നത് ഈ ഒരു പോസ്റ്റർ ആയിരുന്നു നമ്മളെ പുറകെ ഇരിക്കുന്ന ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരുന്നത്. അത് വന്നപ്പോ തന്നെ ഇവര് രണ്ടുപേരും വീണ്ടും വരികയാണോ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം അത് എത്രത്തോളം ലിറ്റിൽ ഹാർട്സിന് ആ ഒരു ഹൈപ്പ് കൊടുക്കുന്നത്? തീർച്ചയായിട്ടും കഴിഞ്ഞ മൂവി ഇത്രയും വലിയ സക്സസ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ പെയർ വീണ്ടും കാണണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണയിൽ നിങ്ങൾ ആ ക്യാരക്ടേഴ്സ് ഒന്നിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഇത്തവണ ഒന്നിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അത് എങ്ങനെയായിരിക്കും അതെ, എന്റെ ചേട്ടനാണ് ഷാരോൺ ചേട്ടായി. അപ്പൊ ചേട്ടായി ഇപ്രാവശ്യം ആ ഒരു പ്രണയം നിങ്ങൾക്ക് ഇതിനകത്ത് ഒന്നിക്കാൻ ചേട്ടായിയാണ് ഇപ്പൊ ഞങ്ങളുടെ ഇത്തവണ പ്രണയത്തിലെ വില്ലൻ ചേട്ടായി. ഷെയ്ൻ ഭയങ്കര ലൈക്ക് സെലക്റ്റീവ് ആയിട്ട് എല്ലാം കുറെ ഫാക്ടേഴ്സ് ഒക്കെ നോക്കിയിട്ട് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾ ഒരുമിച്ച് വീണ്ടും ഒരു പ്രോജക്റ്റ് മുമ്പിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ ആ ഒരു ഹൈപ്പ് കൂട്ടാനായിട്ട് ലൈക്ക് ആ ഒരു രീതിയിലും കൂടെ സെലക്ട് ചെയ്തതായിരുന്നു ലിറ്റിൽ ഹാർട്സ്. ഞങ്ങൾ ഒരുമിച്ച് ചെയ്യണമെന്ന് വിചാരിച്ച് ഒരിക്കലും പ്ലാൻ ചെയ്ത മൂവി ഇത്. നായിക ഫസ്റ്റ് മഹിമ ആയിരുന്നില്ല. നമ്മളൊരു പ്രമോ മഹിമയല്ല, ആരാധിക. സോറി, ആരാധിക. അത് നല്ല ചിക്കുമായിരുന്നു, അല്ല കുട്ടിയായിരുന്നു. ഞങ്ങള് പ്രൊമോ ഒക്കെ ചെയ്തതാ. അപ്പൊ ഞാൻ വിചാരിച്ചു കൊച്ചു തരുമല്ലോ വീണ്ടും. ഞാൻ വിളിക്കാ കൊച്ചിനെ. ഭീഷ്മയില നമ്മുടെ ലെനയുടെ മോളായിരുന്നല്ലോ. ലൊക്കേഷൻ അല്ല, നമ്മള് ആക്ച്വലി ആദ്യം ചോദിച്ചു, ഫസ്റ്റ് ഇവരോട് ചോദിച്ചു. ഫസ്റ്റ് എന്ന് പറയുമ്പോ നമ്മള് കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ആ ടൈമില്. ഇതിലെന്നെ കാണിക്കുന്നുണ്ടല്ലോ. അല്ല, ഒരു കുറെ പേരോട് ചോദിച്ചു. നമ്മൾ ഇവരോട് ചോദിച്ചപ്പോ ഇല്ല, ഡേറ്റിന്റെ രശ്മിക പിന്നെ ചെറിയ സ്പൂഫ് പോലെ ചെയ്തല്ലേ, നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ചോദിച്ചു. ഈ മഹിമയോട് ചോദിച്ചപ്പോ ഡേറ്റിന്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വേറെ നായികമാരോട് ചോദിച്ചു. അപ്പൊ അവർക്ക് സ്പേസിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞു. ഇറങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് അപ്പൊ കുറച്ച് നായികമാർ അങ്ങനെ പിന്മാറി. അങ്ങനെ ലാസ്റ്റ് അനഘ ചെയ്യാന്ന് പറഞ്ഞു. അനഘ പ്രമോന് വന്നു. അതിനുശേഷം ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ പേഴ്സണൽ റീസൺ പറഞ്ഞ് അനഘ മാറി. അതിനുശേഷം പിന്നെ നമുക്ക് പാനിക്കായി. കാര്യം ഷൂട്ട് തുടങ്ങിയിട്ട് നായിക സെറ്റ് ആയില്ലെങ്കിൽ നമുക്ക് ഷൂട്ട് ഡേയ്സ് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റില്ല. കാര്യം മിക്ക സീനിലും നായികയുടെ കോമ്പിനേഷനും വരുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് നമ്മൾ കുറേ വെയിറ്റ് ചെയ്ത് കുറച്ചൊന്നൊരു പാനിക്കായി. എന്നാലും ലാസ്റ്റ് മിനിറ്റ് സാന്തി ചേച്ചി മഹിമയോട് സംസാരിച്ചാണ് പിന്നെ വരുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചത്, ഇപ്പം ഇതിനകത്ത് റൊമാൻറ്റിക് സീൻസ് ഒക്കെ ഉണ്ടല്ലോ, എത്രമാത്രം ഹെൽപ്പ് ചെയ്തു? ലൈക്ക് ഇതിനു മുമ്പ് പരിചയം ഉണ്ടായിരുന്നത്? അല്ല, ഞങ്ങൾ ഈ അതെ, പരിചയം കൂടി കഴിഞ്ഞാൽ റൊമാൻസ് കുറയും. അതാണ് പ്രശ്നം. ആ ഒരു കോൺഷ്യസ്നെസ് കൂടുക നിങ്ങൾക്ക്? അതാ പറഞ്ഞു. ഇപ്പൊ റൈറ്റിംഗ് എന്ന് പറഞ്ഞതിന്റെ കാരണം ആ സീൻ അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ വെറുതെ ആക്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുള്ളതാണ്. ഇപ്പൊ ഇതിലാണെങ്കിലും ഞങ്ങളുടെ ഇന്ററാക്ഷൻ സീനുകളെല്ലാം അത്യാവശ്യം രസമായിട്ട് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. ഒരു ഹ്യൂമർ ടച്ചിലാണ്, അല്ലാണ്ട് ഭയങ്കര മറ്റേ ഇന്റിമേറ്റ് റൊമാൻസ് അങ്ങനത്തെ ഒരു മൂഡല്ല. വളരെ ക്യൂട്ടായിട്ടുള്ള പുള്ളിയാണ് ഫുൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തി. പുള്ളിനോടാണ് ചോദ്യങ്ങൾ കൂടുതൽ. ശരിക്കും പറഞ്ഞാൽ അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ വ്യൂവർ, ഓഡിയൻസ് ആണ് ഞങ്ങളുടെ ഇവിടെ അങ്ങനെയാണെങ്കിൽ ചേട്ടാ, ഒരു തിയേറ്ററിലെ ലിറ്റിൽ ഹാർട്സ് കാണാനായിട്ട് കയറുന്ന ഒരു ഓഡിയനെ എന്താണ് പ്രതീക്ഷിക്കാനാണ്? എന്റർടൈനർ ആണ്, കംപ്ലീറ്റ് എന്റർടൈനർ. പിന്നെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. കാരണം ഷെയ്ന്റെ ക്യാരക്ടർ ഭയങ്കര ഫ്രഷ് ആണ്. എന്റെ ക്യാരക്ടർ അടിപൊളിയുണ്ട്. ഫ്രഷാണ്. ഞാൻ ഇതുവരെ ചെയ്യാത്താണ്. നമ്മള് എല്ലാവരെയും നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്ന് നേരെ ജസ്റ്റ് 180 ഡിഗ്രി
തിരിച്ചിട്ട പോലെ ഉണ്ടാവും. ബാബു ചേട്ടനാണെങ്കിലും അതെ, നമ്മൾ കുറെ വില്ലൻ വേഷത്തിലൊക്കെ കണ്ടിട്ടുള്ളതാണല്ലോ. ഇതിനകത്ത് ഇൻ ആൻഡ് ഔട്ട് ഹ്യൂമർ ആണ് ഇവര് നമ്മളുടെ കെമിസ്ട്രി. കുറച്ച് റൊമാൻസും കുറച്ച് അധികം റൊമാൻസ്. നമ്മുടെ പടം തുടങ്ങുന്നത് കുറച്ചധികമാണ്. ഈ മകന് ഈ പറഞ്ഞ അപ്പന്റെ കല്യാണം നടത്താൻ വേണ്ടി നടക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അവിടെ നിന്നാണ് പിന്നെ ഈ പറഞ്ഞ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ ശോശയുമായിട്ടുള്ള ഒരു കണക്ഷൻ വരുന്നത്. ഇവരുടെ കെമിസ്ട്രി സ്റ്റോറിയാണ് ശരിക്കും പറഞ്ഞത്. ഫസ്റ്റ് പടം തുടങ്ങുന്നത് ആ ഒരു ലവ് എന്നാണ് സിനിമ തുടങ്ങുന്നത്. ഓക്കെ, നമ്മള് ബാബുചേട്ടന്റെ വില്ലൻ ഇത് കണ്ടിട്ടുണ്ട്, ഹ്യൂമർ കണ്ടിട്ടുണ്ട്, പക്ഷെ റൊമാൻസ് നമ്മൾ കുറവാണ് കണ്ടിട്ടുള്ളത്. കണ്ടിട്ടേ ഇല്ല. അല്ല, അവിടെ ഇവിടെയൊക്കെ ചെറിയ ഫിലിംസിൽ നമ്മള് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഒരു ഔട്ട് ആൻഡ് ഔട്ട് അങ്ങനെ ഒരു ഏതിലേട്ടാ? അതെ അതെ അതെ, ചെറിയ ഹ്യൂമർ ടച്ചുള്ള ഇല്ല, റൊമാൻസ്. നാം ചേർന്ന വഴികൾ കണ്ടില്ല, നല്ല ക്യൂട്ടല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെയാണ് സിനിമ ഓടുന്നതിലും അങ്ങനെ ഒരു മീറ്റർ ഉണ്ട്. അതായത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ബാബുചേട്ടൻ ആസ് എൻ ആക്ടർ ഒരു സീൻ ഇപ്പൊ പുള്ളിക്കാരന് ഒരു ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അതിലേക്ക് ഇൻപുട്ട് തരും. ഒരു ഇപ്പൊ നമ്മളൊരു ഓപ്ഷൻ സാധാരണ നമുക്കൊരു ഇംപ്രവൈസേഷൻ ഒക്കെ നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റും. ബാബുചേട്ടൻ ഒരു 4 ഇംപ്രവൈസേഷൻ ഓപ്ഷൻ ഒക്കെ തരും. അത്രയും അധികം പുള്ളിക്കാരൻ അതിലേക്ക് നല്ല രീതിയിൽ ഇൻവോൾവ് ആയിട്ടാണ് ഈ സിനിമ വർക്ക് ചെയ്തത്. പിന്നെ നമ്മുടെ ടീം ആന്റോ, എബി, ദിബിലേട്ടൻ ക്രിയേറ്റീവ് ഡയറക്ടർ, പിന്നെ ലൂക്ക് ക്യാമറമാൻ, ഇവരെല്ലാവരും നല്ല ആ ഒരു ചെറുപ്പക്കാർ വൈബിൽ നല്ല രീതിയിൽ എന്താ പറയുക മിക്ക സീനുകളും എൻ്റെ ഒരു അഭിപ്രായത്തിൽ 70% സീനുകളും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇംപ്രൂവൈസ് ചെയ്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഡയറക്ടേഴ്സ് ഓൾറെഡി അഭിനയിക്കുന്നുണ്ട്, ബാബു ചേട്ടനും നമ്മുടെ രഞ്ജി ചേട്ടനും. അതെ, ഷെയ്നും ബാബുചേട്ടനും തമ്മിലുള്ള കെമിസ്ട്രി ഭയങ്കര രസമാണ്. നമ്മൾ പഴയ ഇഷ്ടം എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോൾ ദിലീപേട്ടനും എനിക്ക് പെട്ടെന്ന് അങ്ങനത്തെ ഒരു മോഹൻലാലിന്റെ ഇപ്പൊ ദില്ലി പക്ഷെ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ഷൈൻ ചേട്ടനുമായിട്ടുള്ള എന്റെ കോമ്പിനേഷൻ. അതും രസമാണ്, അത് ഹ്യൂമറാണ്. അതാണ്. ഓക്കെ, അപ്പം ഇത് ഈ കട്ടപ്പനയിൽ ഇതിന്റെ ഷൂട്ടിംഗ് ഒക്കെ ചെയ്ത സ്ഥിതിക്ക് ഇപ്പം ഇതിനകത്തെ പാട്ടുകളായാലും ടീസറായാലും ആ ഒരു വിഷ്വലി ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുണ്ട്. ഇപ്പൊ മഹേഷിന്റെ പ്രതികാരത്തിൽ ഒരു കട്ടപ്പന നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ അതെ അതെ. പക്ഷെ ഇതിൽ നമ്മൾ കുറച്ചും കൂടെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. അതിന്റെയൊക്കെ ഒരു കട്ടപ്പനയിൽ ഋതിക് റോഷനിൽ കാണിച്ച പോലെയല്ല, മഹേഷിൽ കാണിച്ച പോലെ പുതിയൊരു സിനിമാറ്റിക് വേണമെന്ന റിയലും ആണ്, എന്നാൽ ഇത് കളർഫുള്ളും ആണ്. ആ ഒരു രീതിയിലാണ് ലൂക്ക് ചെയ്തേക്കുന്നത്. ലൂക്കാണ് ക്യാമറ ഇറക്കി വെക്കൂല. അതെ, മൊത്തം മൂവി അപ്രോച്ച് തന്നെ അങ്ങനെയാ തോന്നുന്നു. വിഷ്വലി മ്യൂസിക്കലി ഒക്കെ നാടൻ പ്രകൃതി പടം പ്രതിവിരുദ്ധ പടങ്ങളും ഉണ്ട് ഇവിടെ. അതെ, ചെറിയൊരു പ്രകൃതി വിരുദ്ധ പടമാണ്. ഷെയ്നെ ആക്ച്വലി ഇതേപോലെ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് കാണാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരെ? ഷെയ്ൻ എല്ലാ പടവും റൊമാൻറ്റിക് ഹീറോ ആയിട്ട് ഞാൻ അഭിനയിക്കണം. അപ്പം എന്താണ് ഇതിനകത്ത് ഇതിൽ കുറച്ച് ഹ്യൂമർ ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്? അതാ പറഞ്ഞ ഇപ്പൊ ഈ പറഞ്ഞ ഒരു നാട്ടിൻപുറം സ്റ്റൈല്, ഒരു ഹ്യൂമർ ടച്ച്, ഇതൊക്കെയാണ് അധികം ഇന്റൻസ് ചെയ്തിട്ടുള്ള അധികം. നാട്ടുപുറം ടച്ച് ഇപ്പൊ ഫസ്റ്റ് ടൈം ഇപ്പൊ ചെയ്യുന്നത് ആണ്. വെയിലൊക്കെ നാട്ടുമ്പുറം തന്നെയല്ലേ? വെയില് നാട്ടുമ്പുറമാണ്, പക്ഷെ അതൊരു ഇന്റൻസ് ആണ് എല്ലാത്തിനും. അപ്പം എങ്ങനെയായിരുന്നു സിബി ആകാനായിട്ടുള്ള ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരുടെ സംസാരിച്ച എല്ലാം ഡിഫറെന്റ് അല്ലേ അവരുടെ? എനിക്ക് 2 റെഫറൻസ് ഉണ്ടായിരുന്നു. ഒന്ന് എന്റെ കൂട്ടുകാരൻ, എൻ്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കോളേജിൽ, സനൽ സണ്ണി എന്ന് പറഞ്ഞ. അവൻ തൊടുപുഴ മൂലമറ്റത്ത് താമസിക്കുന്നത്. അവൻ ഈ മുണ്ട് കൊടുക്കുന്ന ശൈലിയൊക്കെ ഒരു ഭയങ്കര വ്യത്യാസമാണ്. അവൻ്റെ നിപ്പും ആ ഒരു അത്യാവശ്യം 1-2 ഒരു ഈ പറഞ്ഞ പോലെ അവൻ അധികം അങ്ങനെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ചെറുതായിട്ട് മദ്യപിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇവൻ്റെ മാനറിസവും ഒക്കെ ഭയങ്കര മറ്റേ തനി ആ നാട്ടുമ്പുറത്തിൻ്റെ സാധനമൊക്കെ വരും. അപ്പം ഞാൻ അതൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു സംഭവം. പിന്നെ ജാഫർക്കാട് ഒരു സംസാര രീതിയും കൂടെ ബ്ലെൻഡ് ചെയ്യാൻ നോക്കും. ജാഫർക്കാട് നീ ഈ ജാട ജൗളിക്കട പരിപാടി കരുതിയിട്ട് നമ്മുടെ ഏലത്തിന്റെ എക്സ്പോർട്ടിങ് കൂടെ തുടങ്ങാം. ഷോഷാസ് കാൻഡിമാൻ എക്സ്പോർട്ട്, അങ്ങനത്തെ ഒരു മീറ്റർ. കണ്ടിട്ടൊരു പാട്ട് പാടി 4 വരി, ഈ പടത്തിലെ 4 വരി. 4 വരി കറക്റ്റ്. ആ പല്ലവിയാണോ അനുപല്ലവിയാണോ ചരണമാണോ? ഏതെങ്കിലും നീ എന്ന തൂമാരി ആദ്യമായി വേനൽ മനം ചേർന്നു വീഴവേ, മോഹങ്ങൾ നെയ്തൊരു തോണിയിൽ താനെ കിനാക്കായലയിൽ ഒഴുകിയലയവേ, കാണുന്ന പൂവാകെ നിൻമുഖം, പാടുന്ന പ്രാവിനു നിൻ സ്വരം, ആകാശത്താരയ്ക്കു നിന്നിറം, അറിയാതേറെ നീയായി ഞാൻ. നോവിൽ തലോടുന്ന കൺപീലി പുൽകുന്ന തൂമഞ്ഞു നീരായി മാറുന്നിതാ നീ, നേരം കൊഴിഞ്ഞാലും കാലങ്ങൾ പോയാലും
പോയി കംപ്ലീറ്റ് എനിക്ക് പാടണം 4 ആ ഷൈനയുടെ പാട്ട് ബാക്കിയല്ല ഞാൻ പഴയ പാട്ടോ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം എന്നാ. Okay. ആ വരി നാം ചേർന്ന വഴികളിൽ നാം ചേർന്ന വഴികളിൽ അരെ വാ. പൊഴിയുമോർമ്മ നിറനിലാവിനിതളുകൾ. ഒന്നുകൂടെ പറയാം. പൊഴിയുമോർമ്മ നിറനിലാവിനിതളുകൾ പൊഴിയുമോർമ്മ നെറുനിലാവിൻ ഇതളുകൾ കൈയടിക്കാനൊന്നും ആയിട്ടില്ല. എന്താ കൈയടിക്കുള്ള സാധനം വാ. കാറ്റിനലകളായി ഈ കാറ്റിനലകളായി ഒഴുകാൻ ഇനി ഞാൻ അവിടെ സ്റ്റുഡിയോയിൽ പാടാം. ഷെയ്നെ കൊണ്ട് പഠിപ്പിക്കും. ഷെയ്നെ കൊണ്ട് പഠിപ്പിക്കും. ഷെയ്ൻ മ്യൂസിക് കമ്പോസ് ചെയ്യും. Yeah. അത് എത്രയൊക്കെ അറിയാം. എനിക്കറിയാം. തീരുമാനം അതെ. അല്ല, പടത്തില് അത് പലതും അറിയാം. അവൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പടം ചെയ്യാനുള്ള പരിപാടികളൊക്കെ പടം ചെയ്തിട്ടുണ്ട്, ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. ഏത് ഭൂതകാലത്തിൽ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. മഹിമയെന്നാ മഹിമ ക്ലാസിക്കൽ ഡാൻസ് ആഗോത്തര സിംഗറാണ്. ചേട്ടനും കൂടെ പാടുവോ? ഏതൻ ഏത്? ആ പഠിക്കും. ഏതൻ പൂവേ മനം തന്ന പെണ്ണേ നീ എൻ മുന്നിൽ നിറം കൊണ്ടതെന്തേ നാളിന്നോളം കൊതിക്കാത്തതെല്ലാം ഇനി കാതിലോതി ഒന്നുമായുകയില്ലേ ഒന്നും ഒളിക്കാതെ ഒരിക്കലും വിളിക്കാതെ ചിരിക്കാതെ കടന്ന നാളുണ്ടോ അതന്നെ. ഇതിനകത്ത് ഇപ്പം ഒരു അച്ഛൻ മകൻ സ്നേഹമാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ബാബുചാന്റെ കൂടെ ആദ്യമായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്? ബാബുച്ചേട്ടൻ്റെ കൂടെ ആദ്യം അതായിട്ടായിരിക്കും. അപ്പം ഇത്രയും ഇൻഡെപ്തിലുള്ള ഒരു ക്യാരക്ടർ രണ്ടുപേരും ഹാൻഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു പരിചയത്തിലേക്ക് വന്നത്? ഇവൻ കുറച്ചു കാലം പുള്ളിയുടെ മോനായിട്ട് അവിടെ വീട്ടിൽ പോയി ജീവിച്ചു. പകുതി അല്ല, ബാബുച്ചേട്ടൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്തത് അമ്മ അസോസിയേഷന്റെ ഭാഗമായിട്ടുള്ള മീറ്റിങ്ങുകളിൽ ആണ് കണ്ടോണ്ട്, അല്ലാതെ പിന്നെ ചില സമയങ്ങളിൽ അമ്മ ഓഫീസുകളിലേക്ക് വിളിക്കുമ്പോ സമയത്ത് അതാ ഞാൻ പറഞ്ഞത്, അല്ലാതെ ഏത് മീറ്റിങ്ങിന് ഞാൻ പോകാൻ എന്റെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി അവിടെ പോയിരിക്കുമ്പോ ബാബുച്ചേട്ടൻ വന്ന് ശരിയാകും എന്ന് പറഞ്ഞ് ഉള്ള ഇന്ററാക്ഷൻ അല്ലാതെ വേറൊരു ഇന്ററാക്ഷൻ ഇല്ല. തീരെ വർക്ക് ചെയ്തിട്ടില്ല. ഇല്ല, ബാബുച്ചേട്ടൻ അങ്ങനെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ആദ്യത്തെ ഒരു സീനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് ജെല്ലാവുന്നതല്ലേ? അടിപൊളി. അപ്പൊ ലിറ്റിൽ ഹാർട്സിന് എന്റെ എല്ലാവിധ ആശംസകളും. നമ്മൾ പ്രേക്ഷകർ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്നതായിരിക്കും. ഒരു വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ഫിലിം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ ലിറ്റിൽ ഹാർട്സിന്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഒരു ഫൺ പാക്ഡ് എപ്പിസോഡ് ആയിരുന്നു ഇന്ന്. കൂടുതൽ സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ദിസ് ഇസ് മീ മീനാക്ഷി സുധീർ സൈനിങ് ഓഫ് ഫ്രം സെല്ലോയിഡ്. സീ യു.